ഹായ് വെൽക്കം ടു ജൂനസ് കിച്ചൺ. അപ്പോൾ അന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വെള്ളയപ്പം കേട്ടോ. വെള്ളയപ്പത്തിന് ഗ്രീൻ പീസ് കുറുമ ഉണ്ടാക്കുകയാണ്. അതിന് ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചത് ഒരു 3 വിസിലടുപ്പിച്ച് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. വേറെ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് വലിയ ജീരകം അതുപോലെ തന്നെ ചെറിയ പീസ് പട്ട, ഒരു ഗ്രാമ്പ്, ഒരു ഏലക്ക ഇട്ടിട്ട് അത് പൊട്ടി വരുന്ന സമയത്ത് ഒരു സവോള അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പട്ടയും ഗ്രാമ്പൊന്നും കൂടുതലായി പോകരുത്. അപ്പോൾ ഈ സവോളയിൽ നമ്മളൊരു എരിവിന് ആവശ്യത്തിലുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് തേങ്ങ അതുപോലെ തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുള്ള നട്സ് നല്ലതുപോലെ അരച്ചും മാറ്റി വയ്ക്കണേ. അപ്പോൾ സവോള ഒന്ന് ലൈറ്റായിട്ടൊന്ന് ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ട് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസൊക്കെ ഇട്ട് എരിവൊക്കെ നമ്മുടെ ഉപ്പൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് ഒരു 2 വിസിലും കൂടി അടുപ്പിച്ചെടുക്കണേ. അപ്പോഴാണ് അതൊന്ന് കുറുകി വരുള്ളൂ. നമ്മൾ പച്ചമുളകും സവോളയും മല്ലിപ്പൊടിയൊക്കെ ചേർന്ന് നല്ലതുപോലെ ഒരു പരുവത്തിൽ വരുള്ളൂ കേട്ടോ. അപ്പോൾ അതവിടെ 2 വിസിലും കൂടി അടുപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പും ചേർത്തിട്ട് ഈ സമയത്ത് എരിവൊക്കെ നോക്കിയിട്ട് ബാലൻസ് എരിവിനുള്ള കുരുമുളക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഈ കറി ഒന്ന് തിളച്ച് കുറുകി വരുമ്പോൾ കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്താൽ കറി അവിടെ റെഡിയാണ് കേട്ടോ. നമ്മുടെ കുറുമ ഇവിടെ റെഡിയാണ്. ഈ സമയത്ത് ഞാൻ വെള്ളയപ്പൊക്കെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. വെള്ളയപ്പത്തിനും ഇടിയപ്പത്തിനും നല്ല കോമ്പിനേഷൻ ആട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക. ഇഷ്ടപ്പെട്ട ലൈക്കും ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണേ.